ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനാണ് ഏതാണ് വണ്ടി വാങ്ങിക്കേണ്ട ഒരു റൈറ്റ് ടൈം. എന്നാൽ ഞാൻ പറയുകയാണ് ഹ്യുണ്ടൈ വാഹനങ്ങൾ വാങ്ങിക്കാൻ റൈറ്റ് ടൈം ഇതാണ്. 1 lakh rupees-ഓളം ഓഫേഴ്സും വെറും 1 lakh കൊടുത്ത് അല്ലെങ്കിൽ അതിൽ താഴെ എമൗണ്ട് മുടക്കിയാലും നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റോടുകൂടി വാഹനം ഇറക്കാൻ പറ്റും. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് അടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് പോപ്പുലർ ഹ്യുണ്ടയുടെ ഷോറൂമിലാണ്. ഇദ്ദേഹം പോപ്പുലർ ഹ്യുണ്ടയുടെ സെയിൽസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. എന്താണ് പേര്? ജോയിൻസ് എന്നാണ്. ജോയിൻസ്. ഓക്കെ, വെൽക്കം ജോയിൻസ്. അപ്പം ജോയിൻസ് ആയിരിക്കും ഇന്ന് നമ്മളോട് ഈ ഹ്യുണ്ടൈ വാഹനങ്ങളുടെ ഓഫേഴ്സ് എന്താണെന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് ആണ്. നല്ല ഓഫറാണ്. നല്ല ഓഫർ. ഓക്കെ ഓക്കെ. അപ്പം ഇതിനെപ്പറ്റി ഒന്ന് കൂടുതൽ വിശദമായിട്ട് പറയൂ. ഓക്കെ, പറയാലോ. ഒരു എൻട്രി ലെവൽ എന്നുള്ള രീതിയിലായിരുന്നു ഹാച്ച് ബാക്കിനെ ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷെ ഇത് എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് അല്ല, പ്രീമിയം ആണ്. ശരിക്കും പറഞ്ഞാൽ യങ് എൻതൂസിയാസ്റ്റിന് ഡ്രൈവ് എൻജോയ് ചെയ്യാനുള്ള ഒരു സെഗ്മെന്റ് ആണ് ഈ ഒരു i20യുടെ സെഗ്മെന്റ് വരുന്നത്, അല്ലെ? ഈ ഒരു i20 എത്ര രൂപയാണ് ഇപ്പം ഇതിന്റെ വില? എന്താണ് നമുക്ക് നിലവിൽ i20ന്റെ സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് നിലവിൽ 23 മോഡൽ അവൈലബിലിറ്റി ഉള്ളത്. അതിന് ഓൺ റോഡ് നമുക്ക് വരുമ്പോൾ 993 വണ്ടിക്ക് ഓൺ റോഡ് വരുന്നതാണ്. നമുക്കത് 65,000 രൂപ വരെയുള്ള ടോട്ടൽ ബെനിഫിറ്റ് നമുക്ക് ഇതിന് കിട്ടും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അബവ് 9 ലക്ഷം രൂപയ്ക്ക് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി സ്വന്തമാക്കും. അതായത് എല്ലാ ഫീച്ചേഴ്സും ഉള്ള മോഡലാണ് ഇത് വരുന്നത്. ഏറ്റവും ബേസ് അല്ല വരുന്നത്, ഒരു മിഡിൽ ഓപ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അഡീഷണൽ വേറെ ഫിറ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അലോയ് വീൽ വരുന്നില്ല, അതിന് അലോയ് വീൽ പോലെ തോന്നിക്കുന്ന വീൽ ക്യാപ്പ് ആണ് വരുന്നത്. സ്റ്റൈലിഷ് ഫീൽ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അത് ശരി. പിന്നെ വേറെ എന്തൊക്കെയാ ഫീച്ചേഴ്സ്? പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ കാറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടയറിന്റെ സൈസ് തന്നെയാണ്. 16 ഇഞ്ചാണ് ടയർ സൈസ് ഉപയോഗിച്ചിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറയാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് തന്നെ വയർലെസ് ആണ് ഇതിന്റെ ആൻഡ്രോയിഡ് ഓട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹ്യുണ്ടൈയുടെ ഏത് വെഹിക്കിൾ എടുത്താലും 6 എയർ ബാഗും ABS എന്നുള്ളത് കമ്പൾസറി ആയിട്ടുള്ളതാണ്. പിന്നെ മറ്റ് കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഹിൽ അസിസ്റ്റ് കൺട്രോളും മാനുവൽ വണ്ടിക്കകത്തുണ്ട്. നോർമൽ നമ്മളെല്ലാം കണ്ടു പരിചയമുള്ളത് ഓട്ടോമാറ്റിക് വെഹിക്കിളിൽ കണ്ടു പരിചയമുള്ള ഹിൽ അസിസ്റ്റ് കൺട്രോൾ നമ്മുടെ മാനുവൽ വെഹിക്കിളിലും ഇത് ലഭ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റിന് സെഡാൻ കാർസിനോടായിരുന്നു ഭയങ്കര ഒരു താല്പര്യം. പക്ഷെ കഴിഞ്ഞ ഒരു 10 കൊല്ലം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ SUVസിനോട് ആളുകൾക്ക് കൂടുതൽ താല്പര്യം തോന്നി. അതിന്റെ ഒരു കാരണക്കാരൻ ഈ കോമ്പാക്ട് SUV എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഹ്യുണ്ടൈ വെന്യൂ, അല്ലെ? ആ ഒരു കോമ്പാക്ട് SUVയിൽ എൻട്രി ലെവലിനൊക്കെ നമുക്ക് പറയാവുന്ന ഒരു വാഹനമാണ്. അതായത് ആളുകൾക്ക് സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് SUV, അല്ലെ? അപ്പൊ ഒരു ഹാഷ് ബാക്കിൽ നടക്കുന്ന ആൾക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടാവും ഒരു SUVയിൽ ട്രാവൽ ചെയ്യണമെന്ന്, അല്ലെ? അങ്ങനെയുള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടൈ വെന്യൂ. ഈ ഒരു കോമ്പാക്ട് SUV എത്ര രൂപ കൊടുത്താൽ ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ശരിക്കും യഥാർത്ഥത്തിലുള്ള പ്രൈസ് എത്രയാണ്? നമുക്ക് 2 വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആയ എഞ്ചിൻ സ്പെക്കിൽ വരുമ്പോൾ 1.2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ടർബോ എഞ്ചിനിലുണ്ട്. ടർബോ എഞ്ചിനാണെങ്കിൽ പോലും നമുക്കൊരു ഏറ്റവും ടോപ്പിന്റെ ഒരു 14 ലക്ഷം രൂപയോളം റേഞ്ചിൽ വരുന്നതാണ്. നമുക്കൊരു 60 മുതൽ 70,000 രൂപ വരെ അതിന്റെ ഓഫർ നമുക്ക് വരുന്നുണ്ട്. 1.2 ആണെങ്കിൽ പോലും 55,000 രൂപ വരെയുള്ള ഓഫേഴ്സ് ഈ 1.2 വെഹിക്കിളിനും ഉണ്ട്. ഇപ്പൊ ഒരു 7 സീറ്റർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അഫോർഡബിലിറ്റി ഒരു പ്രോബ്ലം ആണ്. അപ്പൊ പ്രൊസസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഭയങ്കര കോസ്റ്റും അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഇപ്പൊ റൈറ്റ് ടൈം ആണോ ഒരു 7 സീറ്റർ എടുക്കേണ്ട ഒരു റൈറ്റ് ടൈം ആണോ? ഇപ്പം 7 സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എല്ലാവരും യാത്രയ്ക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. ഇപ്പം ആരും വീട്ടില് ചുമ്മാ ഒരു വീക്കെൻഡ് ആണെങ്കിൽ പോലും ഒരു ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും യാത്രയ്ക്ക് നമ്മൾ പോകും. അതെ, എക്സ്റ്റെൻഡഡ് ഫാമിലി വിത്ത് ഫ്രണ്ട്സ് ഒക്കെ പോകണമെങ്കിൽ ഒരു 7 സീറ്റർ വേണം. ഉറപ്പായും അതൊരു 7 സീറ്റ് വേണം. അപ്പം 7 സീറ്റ് ഏതെങ്കിലും ഒരു 7 സീറ്റ് നമ്മൾ എടുത്താൽ പോരാ. നമുക്ക് കൂടുതലായിട്ടും വേണ്ടത് സ്പേസ് വേണം, കംഫോർട്ട് വേണം. അപ്പൊ നമുക്കൊരു ഫുഡ് കഴിക്കണമെങ്കിൽ പോലും അതിനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു 7 സീറ്റ് എടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 പേര് യാത്രയാണെങ്കിൽ പോലും 7 സീറ്റിന്റെ ബാക്ക് സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് നമ്മൾ ലഗേജ് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല ഒരു ബെഡ് പോലെ തന്നെ നമുക്ക് പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ 7 സീറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഗുണങ്ങളുണ്ടാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ള ഈ 7 സീറ്റിന്
എന്താണ്, എത്ര രൂപ കൊടുത്താൽ ഇത് ഇറക്കിക്കൊണ്ട് പോകാം? നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ നമുക്കൊരു 22 ലക്ഷം രൂപയോളം ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡലാണ്. അപ്പം ഈ അൽക്കാസർ പോലുള്ള ഒരു വണ്ടി എന്ന് പറഞ്ഞ ഒരു അൽക്കാസറിന്റെ പേരിൽ തന്നെ ഒരു പ്രീമിയം വെഹിക്കിൾ ആണത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ നമുക്ക് പനാരമിക് സൺറൂഫും ടച്ച് സ്ക്രീനിന്റെ വലുപ്പമാണെങ്കിൽ പോലും 10 ഇഞ്ചോളം വരും, അലോയ് വീൽസ് വരും. ഇതിന്റെ സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ നമുക്ക് വരുന്ന മോഡലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പറയുന്നത് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും? 2 മുതൽ 3 ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വെഹിക്കിൾ നമുക്ക് ഇറക്കിക്കൊണ്ട് ഓൺ റോഡിന് 90% ഫണ്ടിങ് നമുക്ക് ഈ വെഹിക്കിളിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ശരിക്കും ഫുൾ ഓപ്ഷൻ വണ്ടിയുടെ വില 26 ലാക്സ് ആണെങ്കിൽ ഇപ്പൊ ഈ ഓഫർ ഉള്ളതുകൊണ്ട് 25 ലാക്സ് നമുക്ക് ഇറക്കാം. ഓക്കെ, ശരിക്കും സെഡാൻ കാസിൽ തികച്ചും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ എന്ന് തന്നെ പറയാം. നമ്മൾ ഒരുപക്ഷെ ഇന്ത്യൻ റോഡിലല്ല, പുറം രാജ്യങ്ങളിൽ കാണുന്ന പല വാഹനങ്ങളെയും അനുസ്മരിപ്പിക്കുന്ന ഒരു ഡിസൈനാണ് ഇത്. ശരിക്കും ഇന്ത്യയിൽ ഇതുവരെ ഒരു യുണീക്ക് ഡിസൈൻ എന്ന് തന്നെ പറയാം. വേറെ സെഡാൻസിനൊന്നും ഇതുപോലെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ കാറും ഓഫറിൽ ലഭ്യമാണ് അല്ലേ? ഓക്കെ, ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ്? നമുക്ക് ഇതിന് ഒരു 15 to 20 ലാക്സിനുള്ളിലുള്ള പ്രൈസിംഗ് ആണ് ഈ മോഡലിന് നിലവിലുള്ളത്. ഏകദേശം 1,05,000 രൂപയോളം ഈ മോഡലിന് നിലവിൽ ഓഫേഴ്സ് വരുന്നുണ്ട്. 1,05,000 വരെയുള്ള ഓഫർ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ എത്ര രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം? നമുക്ക് ഇപ്പം മറ്റു വാഹനം പോലെ തന്നെയാണ്. നമുക്ക് ഒരു 2 ലാക്സിനുള്ളിലുള്ള ഡൗൺ പേയ്മെന്റോ കൊടുത്തു കഴിഞ്ഞാൽ ഈ വെഹിക്കിൾ നമുക്ക് അവൈലബിൾ. ഏകദേശം ഈ വണ്ടിയുടെ ഒരു വില വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് എത്ര രൂപ വരും? ഓഫർ കഴിഞ്ഞിട്ട് നമുക്കൊരു പല മോഡൽ വരുന്നുണ്ട്. ഇപ്പം നിലവിലുള്ള ഇത് DCT അല്ലേ? അത് DCT വരുന്നത്. DCT മോഡൽ വരാൻ നേരത്ത് നമുക്ക് ഏകദേശം ഒരു 20 ലാക്സിനുള്ളിലുള്ള പ്രൈസിങ്. ഓഫർ കഴിഞ്ഞിട്ടാണോ? അല്ലല്ലോ, ഓഫർ കഴിയാതെ 20 ലാക്സോളം വരുന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ അടുത്ത ഓഫർ. നമുക്ക് നിലവിൽ നമുക്ക് പോപ്പുലർ ഹുണ്ടായി അഡിച്ചറയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് ഉള്ള വെഹിക്കിൾസ് എന്ന് പറയുന്നത് അത് 2023 വെഹിക്കിൾസ് ആണ് നമുക്ക് ഉള്ളത്. അതിനകത്ത് നമുക്ക് വെന്യൂ, i20, ക്രെറ്റ, അൽക്കാസർ ആണ് ഉള്ളത്. ക്രെറ്റയുടെ നമുക്ക് വരുമ്പോൾ IVT മോഡലാണ് അവൈലബിലിറ്റി ഉള്ളത്. അതിന് നമുക്ക് നിലവിൽ കിട്ടുന്നതിൽ ഓരോ വേരിയന്റിനും പല ഓഫേഴ്സ് നിലവിലുണ്ട്. നിലവിൽ i20 മോഡലിൽ നമുക്ക് 75,000 രൂപ വരെ ടോട്ടൽ ഓഫർ വരുന്നുണ്ട്. വെന്യൂവിന് 60,000 രൂപ വരെയുള്ള ടോട്ടൽ ഓഫർ ഉണ്ട്. അൽക്കാസർ അതുപോലെ തന്നെ നമുക്ക് ഒരു 1,05,000 രൂപ വരെയുള്ള അൽക്കാസറിന് ഓഫർ വരുന്നുണ്ട്. ക്രെറ്റയ്ക്ക് വരുമ്പോഴാണെങ്കിലും 55,000 രൂപ വരെയുള്ള ഓഫറാണ് നിലവിലുള്ളത്. നമുക്ക് നിലവിൽ നമുക്ക് അൽക്കാസർ ആണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് വെർഷനിൽ ഓട്ടോമാറ്റിക് ഡീസൽ വെഹിക്കിൾ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം അത് 26 ലാക്സോളം നിലവിൽ വരുന്നുണ്ട്. അത് നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 25 ലാക്സിന് നമുക്ക് ഓൺ റോഡ് വണ്ടി ഇറക്കാൻ പറ്റും. വെന്യൂ ആണെങ്കിൽ നമുക്ക് മാനുവൽ വെഹിക്കിൾ, നമുക്ക് ടർബോ വെഹിക്കിൾ ആണ് വരുന്നത്. 15 ലാക്സോളം വരുന്നുണ്ട്. അത് ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 40 ലാക്സിന് നമുക്ക് ഓൺ റോഡ് നമുക്ക് വണ്ടി കിട്ടും. നമുക്ക് നിലവിൽ ഇപ്പം വന്നിരിക്കുന്ന 23 വെഹിക്കിൾസിന് നമുക്കിപ്പം ഡൗൺ പേയ്മെന്റ് കുറച്ച് കുറവാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ലോണിൽ നമുക്കത് കവറേജ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ റോഡിന്റെ 90% മുതൽ 95% വരെ നമുക്കിപ്പം ഫണ്ടിങ് ഉണ്ട്. അതിപ്പം സാലറീഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഫണ്ടിങ് തരാം. നോർമൽ നമ്മുടെ KYC ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രം തന്നാൽ മതിയായിരിക്കും. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ തന്നെ ആണെങ്കിലും ഒരു 1 ലാക്കിന് താഴെ ആണെങ്കിൽ പോലും i20, വെന്യൂ ഇങ്ങനെയുള്ള വെഹിക്കിളൊക്കെ നമുക്ക് 1 ലാക്കിന് താഴെ ഡൗൺ പേയ്മെന്റിലാണെങ്കിൽ പോലും നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കി അൽക്കാസർ, ക്രെറ്റ ഇങ്ങനെയുള്ള വെഹിക്കിൾസ് ആണെങ്കിൽ പോലും ഒരു 2 ലാക്സ് വരെ മാക്സിമം ഡൗൺ പേയ്മെന്റ് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ വണ്ടിക്ക് നമുക്ക് പുതിയ വണ്ടി 24 വണ്ടിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ 23 വണ്ടിക്കും വാറന്റിയിലാണെങ്കിൽ കവറേജ് ഉണ്ട്. കമ്പനി തന്നെ 3 വർഷത്തേക്കുള്ള വാറന്റി നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം കൂടാതെ വരെ നമുക്ക് 7 വർഷം വരെ നമുക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ തേയ്മാനം വരുന്ന പാർട്സുകളുണ്ട്, അതിന് നമുക്ക് വാറന്റി കവറേജ് ഇല്ല. ആ പാർട്സുകൾക്ക് നമുക്ക് ഏകദേശം ഒരു 14 പാർട്സോളം വരുന്നുണ്ട്. ആ 14 പാർട്സ് നമുക്ക് പേയ്മെന്റ് തന്നെ നമുക്ക് അത് 5 ഇയർ വരെ നമുക്ക് 60 കിലോമീറ്റർ വരെ നമുക്ക് അത് കവറേജ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് മൊത്തം നമുക്ക് ഒരു 33 പോയിന്റിൽ നമുക്ക് സർവീസ് സെന്റർ വരുന്നുണ്ട്. കോട്ടയം ടൗണിൽ തന്നെ നമുക്ക് 2 സർവീസ് സെന്ററുകളുണ്ട്. നമുക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഒക്കെ നമുക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് ഒരു കസ്റ്റമർക്കാണെങ്കിൽ പോലും ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സർവീസ് ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ കൊണ്ടുപോയിപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പം ഏത് കസ്റ്റമർ ആണെങ്കിലും ഒരു വണ്ടി യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആയിരിക്കും കൂടുതൽ വരുന്നത്. നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അത് നമുക്ക് നോർമൽ മാർക്കറ്റ് വിലയെക്കാട്ടിലും നമുക്ക് ഉയർന്ന ഒരു വില തന്നെയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. നമുക്കത് നോർമൽ വിലയെക്കാട്ടിലും എക്സ്ചേഞ്ച് ബോണസ് അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പം ഇതിലേത് മോഡൽ നമ്മൾ സെലക്ട് ചെയ്താൽ പോലും നമുക്കൊരു എക്സ്ചേഞ്ച് മോഡൽ പ്രൈസും കൂടെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കിട്ടും.
ഹ്യുണ്ടയുടെ ഈ ഓഫേഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സമയം കളയാതെ കോൺടാക്ട് ചെയ്യുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓഫേഴ്സ് വളരെ പരിമിതമായ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, സ്റ്റോക്ക് ലാസ്റ്റ് ചെയ്യുന്നത് വരെ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. അൺടിൽ ദെൻ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.